ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ചൊരു വിഷയം, ബന്ധ ചോറ് കഴിക്കുന്നവർ അതിനുവേണ്ടി കത്തിത്തീർന്ന കനലുകളെ മറക്കരുത് എന്ന ശബ്ദം, നന്ദികേട് കാണിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. 100 വർഷം പിന്നിടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് തിളക്കമാർന്ന വസന്തകാലമാണ് സമകാലിക കാലഘട്ടം. ഒരുപാട് കാലഘട്ടം അതിതീഷ്ണമായ വൈതരണികളെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് സമസ്ത. അതിന്റെ പാരമ്പര്യവും പൈതൃകവും പറയുന്ന ഈ സമ്മേളനം അതിന്റെ A to Z ആവാഹിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ പ്രസംഗം നിർവഹിച്ചിരിക്കുന്നത്. ആ മഹനീയമായ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനെ നാടൻ ഭാഷയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ പറഞ്ഞു, തിന്ന ചോറിനോട് നന്ദി കാണിക്കണമെന്ന്. ബന്ധ ചോറ് കഴിക്കുന്ന സമയത്ത് അതാവാൻ വേണ്ടി കത്തിത്തീർന്ന കനലുകളെ മറക്കരുത് എന്ന വലിയൊരു സന്ദേശമുണ്ട്. ലൈൻ ശക്ർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും മിന്ന അദാബി ലശദീദ്. തങ്ങളുടെ വാക്കിനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് ഈ വിനീതനി സമയം ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നാം തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ ലഅസീദന്നക്കും, ഞാൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വലൈൻ കഫർത്തും മിന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ ഭയാനകമാണ്. ആ ഭയാനകമാണ് എന്ന് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ വലിയൊരു ശൈലിയാണ്. നിങ്ങൾക്ക് തന്ന നിഅമത്ത് കുറച്ച് കാണിക്കുമെന്നല്ല, നിങ്ങളുടെ സമ്പത്ത് ഞാൻ ഇടിച്ചു തള്ളുമെന്നല്ല, നിങ്ങളുടെ ആൾബലം ഞാൻ ഇല്ലാതാക്കുമെന്നല്ല, അതൊക്കെ ഉണ്ടാകും. പക്ഷെ എൻ്റെ ശിക്ഷ ഭയാനകമാണ്. ആ വിശുദ്ധ ഖുർആന്റെ താക്കീത് മതി ഈ പൈതൃക സമ്മേളനം ഏറ്റവും വലിയ സന്ദേശമായിക്കൊണ്ട് ഉയർത്തി പറയാൻ. ഈ സമ്മേളനം ബഹുമാനപ്പെട്ട പാണക്കാട് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്കും അഭിമാനമുണ്ട്. ഞാൻ ഈ പാണക്കാട് പള്ളി ദർസിൽ ഓതി പഠിച്ചൊരു മുതഅല്ലിമാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉരുട്ടിത്തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് കിതാബ് ഓതി പഠിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടച്ചോറ് നന്ദി കാണിക്കുക എന്നത് സമസ്തയുടെ പാരമ്പര്യത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പാണക്കാടിന്റെ ഇസ്സത്തിനെ പുകഴ്ത്തി പറയുക എന്നതുകൂടിയാണ്. അതുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ വിനീത നാട്ടുകാരനായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നുകൊണ്ട് വലിയൊരു സന്ദേശം നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു പ്രസ്ഥാനം എത്രമേൽ ഉയർന്നാലും കഴിഞ്ഞ കാലഘട്ടം മറന്നു പോകരുത് എന്ന വലിയ സന്ദേശമുണ്ട് അതിൽ. അതുകൊണ്ടാണ് സലീം എടക്കരുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം ഇത്രമാത്രം പ്രോജ്വലിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ സമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ എന്തിന് ഒരു പൈതൃക സമ്മേളനം പാണക്കാട് വെച്ചുകൊണ്ട് നടത്തുന്നു എന്ന ചോദ്യം കടന്നു വന്നിരുന്നപ്പോൾ തങ്ങൾ പറഞ്ഞു പ്രസംഗത്തിൽ നേരത്തെ ഇവിടെ നടത്തേണ്ടതായിരുന്നു എന്ന്. ചിലരുടെ ചരിത്രം മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സമദ് സാഹിബും ഓണം വള്ളിയും തന്റെ പ്രസംഗത്തിലൂടെ കടന്നുപോയൊരു വാക്കതാണ്, പലരോടും ചരിത്രം പറയേണ്ടി വരുന്നു. ന്യൂ ജനറേഷൻ പലപ്പോഴും ചരിത്രം മറന്നു പോകേണ്ടവരാണ്. അവർ അവരുടെ പാഠ്യശാലകളുടെ പഠനം കഴിഞ്ഞുകൊണ്ട് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്ന പ്രഭ ഏതാണോ അത് മാത്രമാണ് സംഘടന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി മാത്രം ശബ്ദിക്കുന്നവരാണെങ്കിൽ അവരാക്കിയ നമ്മളാക്കിയ ഇന്നലകളെ മറക്കാൻ നമ്മൾ ഒരിക്കലും സാധ്യമാകരുത്. 100 വർഷ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്നു വന്ന വലിയൊരു പാത ആരാലും നിഷേധിക്കപ്പെടാൻ പറ്റാത്തത് പാണക്കാടിന്റെ പൈതൃകം തന്നെയാണ്. ഒരുപാട് ത്യാഗങ്ങളുടെയും ഒരുപാട് ചരിത്രങ്ങളുടെയും പിൻബലം സമസ്തക്കുണ്ട്. ശത്രുക്കളായും പ്രതിപക്ഷങ്ങളായി കൊണ്ട് കടന്നുവന്ന നവീന സംഘടനകളും ലിബറൽ പ്രസ്ഥാനങ്ങളോടും ചെറുത്തു പരാജയപ്പെടുത്തിയ പാരമ്പര്യം സമസ്തക്കുണ്ട്. അതൊക്കെ സമസ്തയുടെ പോർവിളികളും സമസ്തയുടെ പ്രതിരോധ സമരങ്ങളുമായിരുന്നുവെങ്കിൽ ശാന്തസുന്ദരമായ വളർച്ചയുടെ പ്രധാനപ്പെട്ട ചാലകശക്തി
പാണക്കാട്ട് നേതൃത്വം നൽകുന്ന ആത്മീയപരമായ ഒരു ഔന്നത്യമായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ അവർ സമസ്തയുടെ മുഷാവറയിൽ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ സമസ്തയുടെ ഘടകങ്ങളുടെയും സർഗമാന മേഖലകളും ഉദ്ഘാടനം ചെയ്യുന്നതിന് സമുദായം ഏൽപ്പിച്ചത് അവരെയാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ എത്രമേൽ ഉയർത്തി കാണിക്കാമോ അത്രമേൽ ഉയർത്തി കാണിച്ച മഹാന്റെ പേരാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു. മഹാനുഭാവന്റെ ജ്യേഷ്ഠ സഹോദരൻ, അനിയ സഹോദരൻ ഹസൻ മുസ്ലിയാർ വഫാത്തായ സമയത്ത് ജനാസ നിസ്കാരത്തിന് വേണ്ടി പലരും വെമ്പൽ കൊണ്ട സമയമുണ്ടായിരുന്നു. ചിലരൊക്കെ പറഞ്ഞിരുന്നു, ഷെയ്ഖുനയോട് അങ്ങയല്ലേ നിസ്കരിക്കേണ്ടത്, അങ്ങ് ജ്യേഷ്ഠ സഹോദരനല്ലേ, അങ്ങ് ആലിമല്ലേ, അതുകൊണ്ട് അങ്ങാണല്ലോ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, പാണക്കാട്ട് ശിഹാബ് തങ്ങൾ എന്റെ അനിയന്റെ ജനാസക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പായി ഒരു ജനാസ നിസ്കാരത്തിന്റെ നേതൃത്വം ഇവിടെ നടക്കേണ്ടതില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാം. ബഹുമാനപ്പെട്ട സ്വാദിഖ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്റെ ജ്യേഷ്ഠന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുക, അതിന്റെ പിന്നിലാണ് ഞാൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞ മഹാനാണ് ശൈഖുന ശംസുൽ ഉലമ. മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ സഹധർമ്മിണി വഫാത്തായ സമയത്ത് വെള്ളിമാട് കുന്നിൽ വെച്ചുകൊണ്ടും ആ ജനാസക്ക് നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി കാത്തിരുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയായിരുന്നു. സമസ്തകല ജംഇയ്യത്തുൽ ഉലമയുടെ മിക്ക സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തതും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. എന്തിനേറെ സുന്നി സമസ്തകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKSF-ന്റെ ദശവാർഷികമായ ചരിത്രപ്രസിദ്ധമായ സമ്മേളനം വാദി നൂറിൽ കുറ്റിപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്നപ്പോ ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. എന്ന പോലെ തന്നെ സുന്നി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ മുഖപത്രമായ സത്യധാര പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ അതിന്റെ ആദ്യ കോപ്പി മലയാളക്കാർക്ക് സമർപ്പിച്ച മഹാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന സന്ദേശവുമായി ഇസ്ലാമിക് സെന്റർ രൂപകൽപ്പന ചെയ്യപ്പെട്ട സമയത്ത് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ആലിമീങ്ങൾ സമസ്തയുടെ മുഷാവറിൽ ഉണ്ടായിരുന്നിട്ട് പോലും മുഷാവറയുടെ സമ്മതത്തോടു കൂടി SKSF അന്നും തെരഞ്ഞെടുത്തത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. അതുപോലെ തന്നെ സമസ്തകൾ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനം, സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം, സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം കോഴിക്കോട്ട് കടപ്പുറത്തും മലപ്പുറത്തും പല ഭാഗത്തും നടന്നപ്പോ ആ കാലഘട്ടത്തിലൊക്കെ ഉദ്ഘാടനം ചെയ്തത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നുവെങ്കിൽ ആ തങ്ങൾ മുഷാവറ മെമ്പർ പോലുമായിരുന്നില്ല. എന്നിട്ടും സമസ്തയുടെ ആലിമീങ്ങൾ പരത്തും ഏറ്റവും നല്ല പരമമായി നേതൃത്വത്തിലേക്ക് ഉയർത്തി കാണിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നുവെങ്കിൽ പാണക്കാട് കുടുംബത്തിന് സമസ്ത കൊടുത്ത അംഗീകാരമായിരുന്നു പഴയകാല ചരിത്രം. ആ ചരിത്രത്തെ ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ SKSF-ന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് SKSF-ന്റെ വസന്തകാലം ഉണ്ടായത്. 2 വർഷക്കാലം നമ്മുടെ നേതാക്കന്മാർ അവർ ഈ സംഘടനയെ നയിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് നടന്നിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ സ്വീകാര്യത പൂർണ്ണമായി കൊണ്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ശംസുൽ ഉലമ അടക്കമുള്ളവർ തീരുമാനിച്ചതനുസരിച്ചുകൊണ്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ SKSF-ന്റെ പ്രസിഡന്റ് ആക്കണമെന്ന് തീരുമാനിക്കുകയും അന്ന് മുതൽ 14 വർഷക്കാലം ജൈത്രയാത്ര നടത്തിയ പ്രസ്ഥാനം കേരളക്കരയിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിലൂടെയാണ്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പ് SKSF രൂപീകരിക്കുന്നത് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ചുകൊണ്ടായിരുന്നപ്പോ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി ചില ആക്ഷേപങ്ങൾ പറയുന്നവരുണ്ടല്ലോ, നളന്തയിൽ സമ്മേളനം നടത്തുന്നവരെ നളന്തകൾ ആക്ഷേപിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുണിയിൽ സമ്മേളനം നടക്കുന്നപ്പോ കുനിയാൻ വേണ്ടി പോകുന്നവരെന്ന് ആക്ഷേപം നടത്തുന്നവരുണ്ട്. ഇത് ഞങ്ങൾക്ക് ആക്ഷേപം പുതിയതല്ല കൂട്ടരെ, ഞങ്ങൾ മുമ്പേ കേട്ടവരാണ്. SKSF പിറവികൊണ്ടത് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ചുകൊണ്ടായപ്പോ സാമൂതിരി കോവിലകത്തെ സംഘടന എന്ന് ആക്ഷേപിച്ചപ്പോ അത് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രസ്ഥാനമാണ് SKSF വിളിച്ചു പറഞ്ഞവരാ ഞങ്ങളെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും ഇന്നലെയും നടത്തുന്ന അസഹ്യമാനല്ല അത്തരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പുതിയതല്ല. ഞങ്ങളെല്ലാ ആക്ഷേപങ്ങളും കേട്ടുകൊണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാ. ഞാൻ സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കട്ടെ, ഇവിടെ കുറച്ച് കസേരകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കാം. നാസർ വെച്ച് പ്രദർശിക്കുന്ന സമയത്ത് ആളൊടിഞ്ഞ സദസ്സ് എന്ന് പറയുന്നവരുണ്ടാകാം. പറഞ്ഞോളൂ. ഒരു കാര്യം വ്യക്തമായി തന്നെ പറയട്ടെ,
ഒഴിഞ്ഞ കസേരകളുടെ മുമ്പിലല്ല, ആളൊടിഞ്ഞ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ടാണ് ഈ സംഘടനക്ക് ആകാവുന്ന സഹായമൊക്കെ ഈ വിനീതൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അബ്ദുൽ നാസറിന് നിങ്ങളുടെ വീഡിയോ ഒന്നും ഒരു പുത്തരിയല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റാൻ വരല്ല മക്കളെ എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ എന്തെല്ലാം പുലഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലും, മുമ്പ് കാലഘട്ടങ്ങളിൽ ചീമുട്ട കൊണ്ടും കെട്ടത്തക്കാളി കൊണ്ടും മേറുകൊണ്ട് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന മഹാന്മാരുടെ കൂടെ നടന്ന പാരമ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആക്ഷേപങ്ങളൊന്നും വിലപ്പോവില്ല. ഈ പ്രസ്ഥാനം വളർത്താൻ, ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ത്യാഗം ചെയ്ത മഹാന്മാരായ ആലിമീങ്ങളുടെ കൂടെ നടന്ന പാരമ്പര്യത്തിൽ, പാണക്കാട് കുടുംബത്തിന്റെ കൂടെ നിന്ന പാരമ്പര്യത്തിൽ, പാണക്കാടിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തി ഈ പ്രസ്ഥാനത്തെ സേവിക്കാനുള്ള അനുഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ, എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും, എന്തെല്ലാം പരിഹാസങ്ങൾ നേരിട്ടാലും, ഏതെല്ലാം സോഷ്യൽ മീഡിയയിലെ വെട്ടുകളികളുടെ അസ്ത്രങ്ങൾ ഏൽക്കേണ്ടി വന്നാലും നെഞ്ചു വിരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രവർത്തകന്മാരുടെ കൂടെ ഈ വിനീതനും ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ വസ്തുനിഷ്ഠമായി, വളരെ ഗ്രാഹ്യമായ രൂപത്തിൽ മഹാന്മാരായ ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അരികത്ത് ചെന്നുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പേ, ബഹുമാനപ്പെട്ട തങ്ങളെ, നിങ്ങൾ പാടൂർ ദാറുൽ ഖുർആന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാവണം. പാടൂർ ദാറുൽ ഖുർആന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാവണം. അതിന്റെ കാരണം, അതിന്റെ ചില സ്റ്റുഡിയോക്കകത്തു നിന്നുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെ ആക്ഷേപം കൊണ്ട് പറയുന്നവരുണ്ട്. പാണക്കാട് വീപിമാരെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ് അവരെല്ലാം വഹാബിച്ചുകളാണ് എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ഥിരം പ്രഭാഷണം സ്റ്റുഡിയോന്റെ അകത്ത് നിന്നിട്ടാ പുറത്ത് വന്ന് നാലാള് കേൾക്കെ കാണാൻ പറയാനുള്ള തന്റെ ഇടമില്ല. പക്ഷെ അകത്ത് വെച്ചുകൊണ്ട് പറയുന്നതാ കൊണ്ട് അങ്ങത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിയണമെന്ന് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പാകെ ചില ആളുകൾ കോഴിക്കോട് ജില്ലയിൽ ഒന്നുകൊണ്ട് പറഞ്ഞ സമയത്ത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി മതി പാണക്കാടിന്റെ പാരമ്പര്യത്തെ ഈ സമുദായം ചേർത്ത് വെച്ചത് എന്തുകൊണ്ടാണെന്ന് പറയാം. മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണത്. ഞാനതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടൊടിഞ്ഞാൽ ആ കുട്ടികളുടെ പഠനത്തിന്റെ തടസ്സമുണ്ടാകുന്ന ഒരു പോറൽ മേൽക്കുന്ന പണി ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, സമയം വരട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ല, ആകാം, പക്ഷെ സമയം വരട്ടെ. പക്ഷേ ഏതോ ഒരാൾ ചെയ്യുന്നതിന്റെ, അതിന്റെ അമരത്തിരിക്കുന്ന ആൾ തന്നെ ആണെങ്കിലും ചെയ്യുന്നതിന്റെ പേരിൽ ആ മുതഅല്ലിമീങ്ങൾ എന്ത് പിടിച്ചു? ഖുർആൻ പഠിക്കുന്ന മക്കൾ എന്ത് പിടിച്ചു? അതുകൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ രാജി കൊണ്ട് ആ കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടായിക്കൂടാ, ഞാൻ അവരെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാ തങ്ങള്. ഒരു പ്രസ്ഥാനത്തെയും മുറിച്ചു മാറ്റുന്നവനല്ല, ഒരാളെയും കത്രിക വെച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്നവനല്ല, എല്ലാവരെയും സൂചിയും നൂലും കൊണ്ട് തുന്നിച്ചേർക്കുന്നവരാണ് പാണക്കാട് സയ്യിദന്മാരെന്ന് മനസ്സിലാക്കുന്ന സമയത്ത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം അവരുടെ മഹിമ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ആ മഹിമയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാ, അതൊരു കുറവല്ല. അങ്ങനെ ചില ആളുകൾ പറയുന്നു, രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം നോക്കിയാൽ മതി. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാം, ആ രാഷ്ട്രീയത്തിന്റെ അമരത്തിരിക്കുന്നവരാണ് ഈ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മതേതരത്വത്തിന്റെയും നായകർ എന്നോർക്കേണ്ടതുണ്ട്. ഒരിക്കൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമുള്ള ചില ആളുകൾ, ചില സുന്നി പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. തീരുമാനം മറ്റൊന്നുമല്ല, 4 സംഘടനകൾ ചേർന്നുകൊണ്ട് ഈ തവണത്തെ നബിദിന റാലി നടത്തണം. 4 സംഘടനകൾ ഏതൊക്കെയാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പിന്നെന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്ത്, പിന്നൊന്നേതാ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, പിന്നൊന്നേതാ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ 4 സംഘടനകളും ചേർന്നുകൊണ്ട്, വേറെ ആരും വേണ്ട, ഈ 4 സുന്നി സംഘടനകൾ, ഈ ചതുർ സുന്നി സംഘടനകൾ ചേർന്നുകൊണ്ട് നബിദിന റാലി നടത്തണം. കോഴിക്കോട്ട് അങ്ങാടിയിൽ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മഹലിലും അത് നടത്തണം, അതിന് ആഹ്വാനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ചില ആളുകളെ സമീപിച്ചു. ആ സമീപിച്ച കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാള് കോഴിക്കോട് ജില്ലാ സമസ്ത മുഷാവറയുടെ യോഗത്തിൽ പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് സാക്ഷികളായവർ ഈ സദസ്സിൽ പോലുമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനടക്കം, ആ പണ്ഡിതനടക്കം, ഒരു പണ്ഡിതൻ മറ്റൊരാളുണ്ട്, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു പോയി, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ.
അവരടക്കം 4-5 പേര് ചേർന്നുകൊണ്ടാണ്, വേറെ ചില ആളുകളും ചേർന്നുകൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങ് ഈ സമുദായത്തിന്റെ 4 പണ്ഡിതന്മാർ സഭയിൽ ഒന്നിന്റെ നേതാവാണ്, അതുകൊണ്ട് അങ്ങ് ഈ സഭയുടെ 4 നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്യണം. നമ്മൾ 4 പേരും ചേർന്നുകൊണ്ട്, 4 സംഘടനാ നേതൃത്വവും ചേർന്നുകൊണ്ട് ഒന്നിച്ചൊരു നബിദിന റാലി നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, ആ പണ്ഡിതന്മാർ ആരൊക്കെയാ? ഞാൻ കൊടുക്കുന്ന പ്രസ്താവനയിൽ ഞാൻ കൂടാം, സുന്നി ഐക്യമാവാം, സൗഹൃദമാവാം, ഈ 4 സുന്നികളും ഒന്നിച്ചു നിൽക്കണമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷെ ആ 4 പണ്ഡിതന്മാർ, 4 നേതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ 4 ആളുകളുടെ പേര് പറഞ്ഞതിൽ പാണക്കാട്ടെ തങ്ങന്മാർ ആരുടെയും പേരില്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ സമീപിച്ചോ? പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ സമീപിച്ചോ? ആ സമയത്ത് അവർ പറഞ്ഞു, ഇല്ല, രാഷ്ട്രീയ നേതാക്കന്മാരല്ലല്ലോ, സാമുദായിക നേതാക്കന്മാർ, മതപണ്ഡിതന്മാരെയാണല്ലോ സമീപിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങയെ സമീപിച്ചത്, അതുപോലെ മറ്റുള്ളവരെയും സമീപിച്ചത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കൊരബദ്ധം പറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാണക്കാട്ട് തങ്ങളില്ലാതെ സുന്നി ഐക്യവും സമുദായ ഐക്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുമതി വാങ്ങിയിട്ട് വാ, 2-മതോ 3-മതോ 4-മതോ ആയിക്കോട്ടെ, ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ നേതാവാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെങ്കിൽ, ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ചില അപജയം അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുകയും പാണക്കാട് കുടുംബത്തോട് ചേർന്ന് നിൽക്കലാണ് സമുദായത്തിന്റെ ഐക്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പാണക്കാട് കുടുംബത്തിന്റെ ആയുസ് നിൽക്കുന്ന കാലഘട്ടത്തോളം ഈ സമുദായത്തിന്റെ നായകസ്ഥാനത്തിരിക്കുന്നത് അവരെ തന്നെയാണ് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. ഉദ്ഘാടനം ചെയ്ത നേതാവാര പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് തങ്ങളും എന്താ ബന്ധം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന സംസ്ഥയാണ്. ഡോക്ടർ CK കരീമിന്റെ ഡയറക്ടറി, അതുപോലെ തന്നെ എല്ലാ ഡയറക്ടറിയും ഇന്ത്യ ടുഡേ ഡയറക്ടർ പ്രസിദ്ധീകരിച്ചു. അതിന് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന ഒരു സംസ്ഥയാണ്. 2-മത് മദ്രസ നടത്തുന്ന സംഘടന 2000-ഓളം വരുന്ന മദ്രസകളുമായിക്കൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇപ്പോ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 3000 മദ്രസയുണ്ട്. ആ കണക്കെടുക്കുന്ന സന്ദർഭത്തിൽ സമസ്തയുടെ മദ്രസയുടെ എണ്ണം 7000-ആണ്. ഇന്ന് സമസ്തക്ക് 11,000 മദ്രസയുണ്ട്. എന്നാൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 3000 മദ്രസയുണ്ട്. 2-ാം സ്ഥാനത്ത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. എന്താ കാര്യം? ഇതൊന്നും ഇപ്പോൾ മാത്രമല്ല, മുമ്പ് ഞാൻ SKSFന്റെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് മനുഷ്യജാലിക 2-ാം ഘട്ടം ഞാൻ പങ്കെടുക്കുന്ന സ്ഥലം അന്ന് ലക്ഷദ്വീപിലാണ്, ആന്ത്രോത്താണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ മാസങ്ങൾക്ക് മുമ്പേ ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെട്ടത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവിടെ പങ്കെടുക്കണം. ജനുവരി 25-നും 26-നും തങ്ങൾ അവിടെയാണ്, 2 ദിവസം. ഞാനും അവിടെ തങ്ങളുടെ കൂടെ പങ്കെടുക്കേണ്ടതുണ്ട്, മനുഷ്യജാലികയിൽ ഒരു പ്രമേയ പ്രഭാഷകനായി. ആ സമയത്താണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, തങ്ങളെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടക്കുകയാണ്, അങ്ങ് ഉദ്ഘാടനം ചെയ്യണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സമയത്ത് SKSFന്റെ പരിപാടി ആന്ത്രോത്തിൽ ഏറ്റിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ആവർത്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു, തങ്ങളെ അങ്ങ് ഉദ്ഘാടനം ചെയ്യും, ഞങ്ങൾ ആഗ്രഹമാണത്. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരുപാട് സദസ്സിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞപ്പോഴും പലരുടെ പേരുകളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരൊറ്റ പേരിൽ മാത്രമേ ദക്ഷിണക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തതുള്ളൂ, അത് പാണക്കാട് തങ്ങളെ അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മാനം കാക്കണം, അങ്ങ് ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ആവശ്യപ്പെട്ടു. കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാസർ ഫൈസിയുമാനികൾ ബന്ധപ്പെടി എന്നോട് അദ്ദേഹമാണ് ബുക്ക് ചെയ്തത്, SKSFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഞാൻ ആന്ത്രോത്തിൽ പോകുന്നത്. തൊടിയൂർ ഉസ്താദ് എന്നെ വിളിച്ചു. അന്ന് അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. തൊടിയൂർ ഉസ്താദ് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഫൈസി നിങ്ങൾ ഒന്ന് മനസ്സറിയണം, തങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് കിട്ടണമെന്ന്. എന്താ കാര്യം? സമ്മേളനം ഉദ്ഘാടനമാണ്, സംഗതിയൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം മതി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഡേറ്റ്? 25-നാണ്. അപ്പൊ 26-ന് നിങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളെ ആന്ത്രോത്തിൽ എത്തിച്ചു തരാമെന്ന് ഉറപ്പ് തരുമോ എന്ന് ചോദിച്ച സമയത്ത് അവരെ പറഞ്ഞു, എന്ത് വാഹനം വേണമെങ്കിലും ഏർപ്പാട് ചെയ്തു, ഏത് ഫ്ലൈറ്റ് വേണമെങ്കിലും ചാർട്ട് ചെയ്ത്, ഏത് ഹെലികോപ്റ്റർ വേണമെങ്കിലും ഞങ്ങൾ ഏർപ്പാട് ചെയ്തുകൊണ്ട്
26-ന്റെ മനുഷ്യജാതി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ആന്ധ്രോത്തിൽ തങ്ങൾ എത്തിച്ചു തരാമെന്നത് വാക്കാണ്. 25-ന്റെ വൈകുന്നേരം സായം സദ്യയോടടുക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം മഹാനായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്നത് നിങ്ങൾ സമ്മതിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ തങ്ങളെ ബന്ധപ്പെട്ടു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചാൽ ഡേറ്റ് കൊടുത്തോളൂ. SKSF-ന്റെ സമ്മേളനം 2 ദിവസം കൂടെ ഒന്ന് മാറ്റി 26 മാത്രം ചുരുക്കി 25-ൽ ദക്ഷിണകല ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ അവർ എത്തിച്ചു തന്നു 26-ാം തീയതി മനുഷ്യജാതി ആന്ധ്രത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ. പാണക്കാട് തങ്ങന്മാർ തൊട്ടതെല്ലാം പൊന്നെന്ന് പറഞ്ഞത് ഈ കേരളത്തിന്റെ മണ്ണാണെങ്കിൽ കേരളം സാക്ഷിയായിക്കൊണ്ട് പറയട്ടെ, അത് തിരുത്തി എഴുതാൻ ഒരു കൊലകൊമ്പനും സാധ്യമല്ല. ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഞങ്ങളെല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു. ശംസുൽ ഉലമ കൈപിടിച്ചുയർത്തിയ, കണ്യത്തുസ്താദ് കൈപിടിച്ചുയർത്തിയ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കൈപിടിച്ചുയർത്തിയ, കേരളത്തിലെ മനുഷ്യ സഞ്ചയം കൈപിടിച്ചുയർത്തിയ മഹാന്മാരാണ് അവർ. ആ പാരമ്പര്യത്തെ മറക്കരുത്. സമസ്തയുടെ ഒരു ചരിത്രത്തെയും മറക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്ന ഒരു പാതയായും മറക്കരുത്. ഇന്നത്തെ നേതാക്കന്മാരെയും മറക്കരുത്, ആലിമീങ്ങളെയും മറക്കരുത്, ഒക്കെ മറക്കരുത്. അതോടൊപ്പം തന്നെ ആവർത്തിച്ചു പറയുന്നു, ചിലർ മറക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലർ ചരിത്രത്തിൽ നിന്നുകൊണ്ട് പാണക്കാടിനെ വെട്ടിമാറ്റാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചരിത്രം പറയാനുള്ളതാണ്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. ചില ആളുകൾക്ക് പാണക്കാട് കുടുംബം കേൾക്കുമ്പോൾ വർഗീയതയാണ് ഇപ്പൊ തികത്തി വരുന്നത്. കേരള മുസ്ലിമീങ്ങളുടെ നായകസ്ഥാനത്ത് പാണക്കാട് തങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേരളം വർഗീയതയിലേക്ക് പോവാതിരുന്നത് എന്ന് പറഞ്ഞത് MP വീരേന്ദ്രകുമാർ മാത്രമല്ല, എത്ര നേതാക്കന്മാർ പറഞ്ഞു. സജി ചെറിയാന്മാരും ചൊറിയൽ മാന്തികളും ആരായാലും അവർക്ക് ചരിത്രം പഠിക്കണം. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ചില ആളുകൾ പുതിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. പാണക്കാട് തങ്ങന്മാർ അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഒരു ഹൈന്ദവ കൂത്തിനെ ഇന്ന് വരെ കയറ്റിയിട്ടുണ്ടോ? ഞാനത് പറയില്ല. പാണക്കാട് തങ്ങളുടെ വണ്ടിയിൽ കയറിയവരാണ് പ്രിയപ്പെട്ട അഡ്വക്കറ്റ്, പ്രിയപ്പെട്ട AP സ്മിജി തങ്ങളുടെ വണ്ടിയിലാണ് കയറിയത്. ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട സമുസാബ് നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ ആയി ഒരു സഹോദരിക്ക് കൊടുക്കാവുന്നതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം. അവിടെ ഒരു മുസ്ലിം ആയിരിക്കണമെന്നില്ല, ആരുമാവാം, മുസ്ലിമും ആവാം. ഒരുപാട് മുസ്ലിം ലീഗിന്റെ വനിതാ നേതാക്കന്മാർ തടക്കം പടക്കം ചെന്നവർ കൂടി മലപ്പുറത്തുണ്ട്. അവരൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു മതേതരത്വത്തിന്റെ അടയാളമായി AP ഉണ്ണികൃഷ്ണനോടുള്ള നന്ദി കൂടി കാണിച്ചുകൊണ്ടാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതെങ്കിൽ ജനറൽ വനിതയിൽ ഒരു അമുസ്ലിമായിരുന്ന സഹോദരിയെ, അതും കീജാതിയിൽപ്പെട്ട ഒരു സഹോദരിയെ നിയമിക്കാനുള്ള വിശാല മനസ്കത കാണിച്ച മഹാനാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെങ്കിൽ അവരോട് ഞങ്ങൾ പറയട്ടെ, പാണക്കാട്ടേക്ക് നിങ്ങൾ മതേതരത്വം കയറ്റി അയക്കണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ബസറയിലെ കാരക്ക തൽക്കാലം ആവശ്യമില്ല എന്ന് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്. മതേതരത്വമാണ് അവിടെ. ചില ആളുകൾ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വരുന്നു, നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു എന്ന്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതാര് കൊണ്ടുവന്നാലും ശരി, നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പുതിയ ഐക്യപ്പെടലാണ്. മുമ്പ് നായാടി മുതൽ നായർ വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ നസ്രാണിയെ കൂടി കൂട്ടിയിരിക്കുന്നു. എല്ലാവരും ഒരുമിക്കണമെന്നാണ് പാണക്കാട്ട് ആഗ്രഹം. ഒരാളുടെയും ഐക്യത്തെ പാണക്കാട്ട് തങ്ങൾ തുരങ്കം വെച്ചിട്ടില്ല. എല്ലാവരും ഐക്യപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് അവരമത വിദ്വേഷത്തിന്റെ പേരിലാവരുത്, മറ്റു മതങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിലാകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് ആ ഐക്യം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം സ്വാഗതാർഹമാണ്. പക്ഷെ അത് മുസ്ലിം വിരോധത്തിന്റെ പേരിലാണെങ്കിൽ മതേതര കേരളം അത് എഴുതി തള്ളുക തന്നെ ചെയ്യും. ഒന്നിച്ചൊറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ ഞങ്ങളോട് പറയട്ടെ, വേടൻ പാട്ട് പാടിയപ്പോൾ പുലയന് വേണ്ടി പാടിയപ്പോ അത് തമ്പ്രാന് ചൊറിഞ്ഞ സമയത്ത് ആ തമ്പ്രാക്കൾക്ക് വേണ്ടി ഓശാന പാടിക്കൊടുത്തവരാണ് സംഘപരിവാർ സംഘടനകളെങ്കിൽ അന്നൊരക്ഷരം വേടന് വേണ്ടി പറയാൻ നാക്ക് ചലിക്കാത്ത വെള്ളാപ്പള്ളിക്ക് കീജാതിക്കാരന്റെ വാക്കുച്ചരിക്കാനുള്ള ധാർമ്മികമായ അർഹതയില്ലെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കീജാതിക്കാരുടെ പേര് ഇനി പറയണ്ട. ഈഴവന്റെ പേര് പറയാനും വെള്ളാപ്പള്ളിക്ക് അധികാരമില്ല. വെള്ളാപ്പള്ളി ധാർമ്മികമായി തായ്ജാതിക്കാരന്റെ നവോത്ഥാനത്തിന്റെ ചക്രവാളത്തിൽ ഇല്ല. സംഘപരിവാറിന് വേണ്ടിയും അതേപോലെ തന്നെ ഒരു ഭാഗത്ത് സംഘപരിവാറിന്, മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി പാലം പണിയുന്ന തിരക്കിന്റെ ഇടയിൽ കീജാതിക്കാരെ നിങ്ങൾ മറന്നാലും ദളിതുകാരെ നിങ്ങൾ തള്ളിയാലും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാണ്. കാരണം അവർക്കാണ്, അവരോടൊപ്പം ചേർന്ന് നിന്നു എന്നതാണ് മുസ്ലിം സമുദായം അവരെ കൂടി ചേർത്ത് വളർത്തി എന്നതുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, ഐക്യം പറയുന്ന ആളുകൾ
ഐക്യം പറയുന്ന ആളുകൾ ആ ഐക്യത്തിന് വേണ്ടി ചെയ്യേണ്ട ആ സാമാന്യം ഒരു ഫോർമുലയുണ്ട്. സ്വന്തം ഈഴവജാതിക്കാരനാണ് വെള്ളാപ്പള്ളിയെങ്കിൽ താങ്കൾക്കില്ലെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് പറയട്ടെ, താങ്കളുടെ ഒരു മകൻ താങ്കൾ സൗഹൃദത്തോടുകൂടി പറയുന്ന NSS, ഞങ്ങൾക്കെതിരില്ല, NSS ആവാം, NSSന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് മാതൃക സ്ഥാപിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ്. ഐക്യം അവിടെ നിന്നുണ്ടാവട്ടെ, സൗഹൃദമുണ്ടാവട്ടെ. കെട്ടിച്ചു കൊടുക്കാൻ പോലും, കുടുംബബന്ധം ചേർക്കാൻ പോലും ഐത്തം പ്രകാരം മാറ്റിനിർത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല. എല്ലാവരും ഐക്യപ്പെടണം. ജാതി പറയരുത്, ജാതി ചിന്തിക്കരുത്, എന്നൊരുമിച്ച് കൊണ്ട് നിൽക്കണമെന്ന് പറയുന്നവരാ. ഈ പാണക്കാട്ട് തങ്ങളുടെ കൊടപ്പനക്കൽ തറവാടിലും പാണക്കാട് തങ്ങന്മാരുടെ സകലമാന വീടുകളിലും ഏത് പൊലയനും ചെറുമനും എല്ലാ നായാടിക്കും എല്ലാ നസ്രാണിക്കും എല്ലാ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരേ വിരുപ്പാണ്, ഒരേ ഗ്ലാസ്സിലാണ് അവിടെ ചായ, ഒരേ അടുപ്പിലാണ് അവിടുത്തെ ഭക്ഷണം, ഒരേ കസേരയാണ് അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളെങ്കിൽ ആ സൗഹൃദത്തിന്റെ കരവലയം തീർക്കപ്പെട്ട മഹനീയമായ പാണക്കാട് കുടുംബം സമസ്തയുടെ പാരമ്പര്യത്തിലാണ് വളർന്നത്. ആ പാണക്കാട് കുടുംബം മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യത്തിലാണ് ഉയർന്നത്. ആ പാണക്കാട് കുടുംബം മതേതരത്വത്തിന്റെ കാവലിലാണ് നിലകൊള്ളുന്നത്. ആ പാണക്കാട് കുടുംബം മനുഷ്യന്റെ കൂടെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൻ്റെ പ്രസ്താവന കൊടുക്കേണ്ടതും അതത് സമുദായ നേതാക്കന്മാരാണ്. ആ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഉദാഹരണം സാങ്കല്പികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതൊരു നേതാവിൻ്റെ സംഘടനയുടെ മറ്റൊരു സംഘടനയുടെ നേതാവിൻ്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കണമെന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായിക്കൊണ്ടും രണ്ട് വ്യക്തികളിലും അല്ലെങ്കിൽ വിവാഹത്തിലും കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എല്ലാ ഉദാഹരണങ്ങളും സൂട്ടാകുന്നമെന്നില്ല. ഈ ഉദാഹരണം ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം ആ ഉദാഹരണത്തെക്കാൾ ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായിക സൗഹൃദമാണ്, മറ്റു മതവിരോധമല്ല എന്നത് പ്രകടിപ്പിക്കാൻ മറ്റു പല ഉദാഹരണങ്ങളും ആകാമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി കൊണ്ട് തന്നെ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ വാദം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ അനേകം ആളുകൾ ഉയർത്തുന്ന ഒരു ആശയം, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൽ ഉപരി ഐക്യങ്ങളും പരസ്പരമുള്ള ധാരണകളും മറ്റു സമുദായങ്ങളോടുള്ള അനൈക്യമായി മാറുന്ന ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി എന്നത് ശരിയാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയും ഞാൻ ഈ ഭാഗത്ത് ഇതിൽ സാമുദായികപരമായ സൗഹൃദങ്ങൾ NSSഉം SNDPയും ഉണ്ടാകുന്നത് മറ്റു മതത്തോടുള്ള വിരോധത്തിൻ്റെ പേരിലാവരുത്, അത് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു പരാമർശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായി കൊണ്ടും ചില പ്രഭാഷകന്മാരും എഴുത്തുകാരൊക്കെ നേരത്തെ തന്നെ ഉയർത്തി കാണിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല, ഒരു സമുദായത്തിലെ ഇത്തരം പരാമർശം മറ്റൊരു സമുദായ വ്യക്തി പറയുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് യോജിച്ചൊരു സാംസ്കാരിക തലമല്ല എന്ന് ഞാൻ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാമർശത്തിൽ എനിക്ക് രണ്ട് സമുദായത്തോടും സൗഹൃദപരമായ ബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ശൂറ അംഗം ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അല്ല, ജമാഅത്ത് ഇസ്ലാം ഉയർത്തി കാണിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് സമസ്തക്ക് യോജിപ്പില്ല. ജമാഅത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് പൊതുവെ മുസ്ലിം സമുദായം മാത്രമല്ല ലോകത്ത് ഇസ്ലാമിക സംഘടനകളെല്ലാം സാധൂകരിക്കപ്പെടും. കാരണം പ്രവാചകൻ്റെ ഭരണവും ഖലീഫമാരുടെ ഭരണവും ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, അത് അംഗീകരിക്കണം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അത് മതരാഷ്ട്രവാദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സിവിൽ കോഡിൽ മാത്രമല്ല ക്രിമിനൽ കോഡിലുമൊക്കെ ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന് ഒരിക്കൽ വാദിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് അവരുടെ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കും എന്നു വ്യക്തമാക്കേണ്ടത് അവരാണ്. പക്ഷേ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്ന പൊതുവായ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ഭരണം അത് ലോകത്ത് മാന്യമാണ്, നീതീകരണമാണ്, മാതൃകാപരമാണ്. അതിനെ നിഷേധിക്കാൻ കഴിയില്ല.
ഉപയോഗിക്കണം, മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കരുത് എന്നാണ്. താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആ പറഞ്ഞ രീതി, ആ രീതി ഒരു പക്ഷേ പലർക്കും കൊണ്ടിട്ടുണ്ടാവില്ല. അത് ഒരു മോശം പരാമർശമായിട്ട് തോന്നുന്നില്ല. വ്യക്തമാണ് ജിഫ്രി തങ്ങൾ പറയുന്ന കാര്യം. പറയുന്ന സമയത്ത് അത് വ്യക്തത, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നത് സ്വാഭാവികമാണ്. തങ്ങളുടെ ആ ഭാഗം ഞങ്ങളുടെ നേതാവിൻ്റെ നിലപാടാണ്, ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജാഗ്രത കുറവ് ഇതിലുണ്ടായി. ഉദാഹരണം പറയാൻ പലതുമുണ്ട്. സാമുദായിക സൗഹൃദങ്ങളും സാമുദായിക ബന്ധങ്ങളും പ്രകടിപ്പിക്കാൻ, അത് മുസ്ലിം വിരോധത്തിൻ്റെ പേരിലല്ല എന്ന് പ്രകടിപ്പിക്കാൻ ധാരാളം ഉദാഹരണങ്ങൾ ഈ നേതാക്കന്മാർ കാണിക്കാവുന്നതാണ്. അത് രണ്ട് നേതാക്കന്മാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹമായി കാണിക്കണം എന്ന് പറയുന്നത് അതൊരു യോജിച്ച ഉദാഹരണമായില്ല. എല്ലാ ഉദാഹരണവും എല്ലാ സമയത്തും സൂട്ടാവില്ലല്ലോ. ഇത് ഈ ഉദാഹരണം ഈ ഭാഗത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സൂട്ടായില്ല, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. പക്ഷേ നിലപാട് മുസ്ലിം വിരുദ്ധതയുടെ പേരിലുള്ള ഒരൈക്യമാകുന്നത് ശരിയായിട്ടില്ല. അത് ഈ വിവാദം വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് മുസ്ലിം വെറുപ്പാണ്. അതിന് വലിയ സാമുദായിക സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പോൾ NSSും SNDPയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നില്ല. ഒരുപക്ഷെ അവർ ഐക്യത്തെ പിന്തുണക്കും, ഒരുപക്ഷെ എന്നല്ല എല്ലാവരും പിന്തുണക്കും. പക്ഷേ അത് മുസ്ലിം വെറുപ്പിൻ്റെ പേരിലാവണമെന്ന് NSSും SNDPയുടെ അണികൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഈ വൈകിയ വേളയിൽ ഇപ്പോൾ സജി ചെറിയാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് പ്രസ്താവനയിൽ. ഒരാളുടെ തിരുത്ത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണല്ലോ. മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു പരാമർശം സാമുദായികത നോക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. ഞങ്ങളൊക്കെ ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ്. നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏത് മതവിശ്വാസികളും അവരാവാം. സാമുദായിക പാർട്ടി എന്നതിൽ മുസ്ലിം ലീഗിനും മതേതര പാർട്ടി ആയ മറ്റു സംഘടനകൾക്കും അവരുടെ മത താല്പര്യങ്ങളും മതവിശ്വാസികളുടെ അണികളുടെയും നിലപാടും അനുസരിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് യാതൊരു തെറ്റില്ല. പക്ഷെ അത് വർഗീയമായി കാണേണ്ട യാതൊരു കാര്യമില്ല. അല്ല, സമസ്തയുടെ നേതൃത്വത്തിൻ്റെ നിലപാട് പറയേണ്ടത് ഞാനല്ല. ഞാൻ ആ സമ്മേളനത്തിൽ ക്ഷണിതാവാണ്. ഞാനിവിടെ പ്രസംഗിച്ചു. എന്നെ ക്ഷണിച്ചത് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ സാരഥികളാണ്. അവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ പങ്കെടുത്തു. പക്ഷെ അത് വിഭാഗീയതയാണോ, മറ്റു സംഘടനകൾ നടത്തുന്നത് വിഭാഗീയതയാണോ എന്ന് പറയേണ്ടത് ഞാനല്ല. അവർ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമുണ്ട്, അതവർ പറയണം. ഒരു വേദിയിലിരിക്കുന്നതിന് എന്താ തടസ്സം? ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഘടനകളെയും ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ. നിലപാടുകളുണ്ട്. രണ്ട് പരിപാടിയില്ല, ഒരു പരിപാടിയുള്ളൂ. പൈതൃക സമ്മേളനം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, രണ്ട് സമ്മേളനം ഉണ്ടായിട്ടില്ല. അല്ല, അതിൻ്റെ വ്യക്തത, കൊടികൈമാറ്റുമായി ബന്ധപ്പെട്ട വ്യക്തത ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയുടെ മറ്റു നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ല SYS നടത്തിയ സമ്മേളനമാണ് പൈതൃക സമ്മേളനം. പൈതൃക സമ്മേളനം എന്നൊരു പേരിടാനുള്ള കാരണം പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഉയർത്തി കാണിക്കുന്നതാണ് ഈ പ്രമേയം. ആ പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പാണക്കാടാകുമ്പോൾ സംസ്ഥയുടെ ഒരു പാരമ്പര്യം പാണക്കാടുമായി ചേർന്ന് നിൽക്കുക എന്നാണ്. അതുകൊണ്ടാണ് പൈതൃക സമ്മേളനം എന്ന് പേരിട്ടത്. ആ സമ്മേളനത്തെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആരും അത് ഒരു സംഘടനാ വിരുദ്ധമാണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇത് വേറിട്ട സമ്മേളനമല്ല, ചേർന്ന് നിന്ന സമ്മേളനമാണിത്. അങ്ങനെയാണ്, ചിലവലത് റെഡിയാവും ചിലവലത് റെഡിയാവില്ല. നാസർ ഫൈസി പറഞ്ഞ് ഇന്ത്യ ശരിയായിട്ടില്ല എന്നുള്ള എന്തൊരു ദുരവസ്ഥയാണ്. ഇവരെവിടെ പരിപാടി സംഘടിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. തെക്കിബീർ ആരവങ്ങളോടെ ഇന്നലെ നാസർ ഫൈസി നടത്തിയ പരിപാടി സ്വന്തം മണ്ടക്ക് തന്നെ വന്ന് അടിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പരിപാടി നല്ല നിലക്ക് സമാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ എന്തെല്ലാം ആരുടെയൊക്കെ സഹായങ്ങൾ തേടി, ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഗാർഡിൻ്റെ സഹായം വരെ തേടിയതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. നോക്ക് നിങ്ങൾ, സമസ്തയുടെ ഏതെങ്കിലും കീഴ്ഘടകങ്ങളുടെ ഒരു പരിപാടി വിജയിപ്പിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സഹായം തേടിയ ചരിത്രം ഈ ഭൂമിയിലുണ്ടാവും. എന്തെല്ലാം കോപ്രായങ്ങളാണെന്നാൽ പിന്നെ ആ ലീഗിൻ്റെ പേരിലങ്ങ് സംഘടിപ്പിച്ചാൽ പോരെ. സമസ്തൻ്റെ 100ാം വാർഷികത്തിൽ പറയേണ്ട പരാമർശങ്ങളാണോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്? നാസർ ഫൈസിയുടെ പ്രസംഗം
A to Z വരെ അപക്വമായ പ്രസംഗമായിരുന്നില്ലേ? ഇതിൽ വിവാദമായത് ഈ ഒരു പരാമർശവും അയാൾ പിൻവലിച്ചത് ഈ ഒരു പരാമർശവുമാണെങ്കിൽ ആ പ്രസംഗം മുഴുവനായിട്ട് പിൻവലിക്കേണ്ടതാണ്. അതിന് നാസർ ഫൈസി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ നോക്കൂ നിങ്ങൾ, എത്ര ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടി. ഈ ആളുകൾക്കൊക്കെ സാധാരണ സമസ്തയുടെ സമ്മേളനത്തിന് പോയി പരിചയമുള്ള ആളുകളാണ്. എത്ര റിസ്ക് എടുത്തിട്ടാണ് ആളുകൾ അവിടെ എത്തിയത്. പ്രസംഗിച്ച് വേദി വിട്ട് വീട്ടിലെത്തുന്നതിന് മുന്നേ പ്രസംഗം വിവാദമാകുകയാണ്. ഇതൊക്കെയാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത്. എന്താണ് അവിടെ നിന്നാൽ ആർക്ക് മുന വെച്ചുകൊണ്ടാണ് പറഞ്ഞത്? ആ മുന വെച്ചതൊക്കെ ഇന്ന് നേരെ തിരുത്തി പറയുകയാണ്. ഇന്ന് സയ്യിദുൽ ഉലമ എത്ര വട്ടം പറഞ്ഞെന്ന് ആ വേദിയിൽ നിങ്ങൾ കേട്ടോ? സമസ്തക്കെതിരെ മുന വെച്ച് പറയുന്ന സംസാരങ്ങളല്ലാതെ ജിഫ്രി തങ്ങളെ ഒന്ന് പുകയത്തുന്ന അല്ലെങ്കിൽ ഒന്ന് പറയുന്ന സംസാരങ്ങൾ നിങ്ങൾ കേട്ടോ? അതവിടെ പറയാൻ പറ്റൂല. അതാണ് അതിൻ്റെ സൈക്കോളജി. മനസ്സിലായോ? നേരം വെളുത്തപ്പോൾ നേരെ പടച്ചോൻ തിരിച്ചിട്ടില്ലേ? ഇതൊക്കെയാണ് സമസ്തൻ്റെ കറാമത്ത് എന്ന് പറയുന്നത്. ഇനി മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങളോട് എത്ര തവണ പറയണം? ഈ നാസർ ഫൈസി ഒന്നും സമസ്തയുടെ വക്താവല്ല എന്ന് ജിഫ്രി തങ്ങൾ നിങ്ങളോട് നേരിട്ട് പറഞ്ഞതല്ലേ? അതിൻ്റെ വീഡിയോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും പ്രചരിക്കുന്നില്ലേ? നിങ്ങളോട് സ്വകാര്യം പറഞ്ഞതല്ലല്ലോ. നേരിട്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രചരിക്കുകയാണ്. നാസർ ഫൈസിൻ്റെ ഒന്നും സമസ്തൻ്റെ വാർത്തയായിട്ട് കൊടുക്കരുതെന്ന് ജിഫ്രി തങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലേ? അന്ന് മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ കുരുത്തക്കേട്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇയാൾ കൊടുത്തിട്ടുണ്ടോ? തൊട്ടതൊക്കെ വിവാദമാകല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും ഈ പിന്നെ ഏതെങ്കിലും ഒരു എരനെ കിട്ടുമ്പോഴത്തിന് തെറിച്ചതിനെയും മറിഞ്ഞു വീണതിനൊക്കെ കിട്ടുമ്പോഴേക്ക് അതിനെ എടുത്തിട്ട് സമസ്തൻ്റെ പെരടിക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. മാധ്യമങ്ങളോടാണ് പറയണത്. സമസ്ത ഇതിനെതിരെ സമസ്ത വിവാദം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാർത്ത കൊടുത്താൽ, സമസ്തൻ്റെ പേര് കൊടുത്താൽ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പേര് കൊടുത്താൽ ചിലപ്പോൾ റീച്ച് ഏറെ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളുടെ ധാർമ്മികത, ഒരു മാധ്യമധർമ്മം എന്നുള്ളൊരു സംഭവമുണ്ട്. അത് മറന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് പോകരുത്. അതാണ് പറയാനുള്ളത്. എല്ലാ ചങ്ങായിമാരെ, ഈ ചങ്ങായിൻ്റെ ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങൾ. ഇന്നലെ ജിഫ്രി തങ്ങൾ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ പൈതൃക പരിപാടി എന്ന് പറഞ്ഞാണ് പണക്കാട് കൊണ്ടുപോയി വെച്ച പരിപാടിയിൽ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. മനഃപൂർവ്വം മാറ്റി നിർത്തിപ്പെട്ടതാണ്. പരിപാടിക്ക് ക്ഷണിച്ചിട്ടുമില്ല, ഇതായിട്ടുമില്ല. അത് പോട്ടെ, അതുപോലെ പരിപാടിയായിട്ട് അങ്ങനെ കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇന്ന് അതിന് നേരെ തിരിച്ച് വാക്കിൽ പേച്ചത് കൊണ്ട് ഇന്ന് 1000 വട്ടം ഈ വീഡിയോയിൽ ജിഫ്രി തങ്ങൾ ഞങ്ങളെ നേതാവ് എന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സമസ്തൻ്റെ എന്താ പറയുക കറാമത്ത് എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് നാക്കുവ എന്ന് പറയുന്നത്, കുരുത്തക്കേട് എന്ന് പറയുന്നതും. ആരെങ്കിലും തീവ്രവാദം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്ട് സമസ്തൻ്റെ കൊടിയും വെച്ചാണ്ട് പരിപാടിയാണ്ട് വെക്കല. എന്നിട്ട് അത് തോന്നിയത് വിളിച്ചു തരല്ല. പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ലീഗിൻ്റെ പരിപാടിയല്ല, പ്രമേയം പാസ്സാക്കാനും സാജി സരിയാനെതിരെ ഇത് പറയാനും ഇത് ലീഗിൻ്റെ പരിപാടി, അത് സമസ്തൻ്റെ പരിപാടിയാണ്. സമസ്തൻ്റെ കൊടിയും വെച്ചാണ് കുറേ കാലമായി നാസർ ഉണ്ണി ഈ പരിപാടിയായിട്ട് നടക്കണത്. സമസ്തൻ്റെ കൊടി വെച്ചാണ്ട് ഈ പരിപാടിയായിട്ട് നടക്കിയത് പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ലീഗിൻ്റെ പരിപാടി കയറിയാണ്ട് എന്ത് വേണമെങ്കിലും വെച്ച് പറഞ്ഞോ, ലീഗിനായി ചേലുള്ളതാണ് പ്രശ്നമല്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട് നേരിടുക. സമസ്തൻ്റെ 100 വർഷം എടുത്തു നോക്കിയാൽ ഒരു പെറ്റി കേസോ ഒരു തീവ്രവാദമോ ഒരു വർഗീയ പരാമർശമോ ഇല്ലാത്തതാണ്. ആ വക ഇതായിട്ട് ഇങ്ങോട്ട് വരരുത്. എൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പുമായിട്ട് അബ്ദുസമ പൂക്കോട്ടൂരും നാസർ ഫൈസി കൊടുത്തായും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരരുത്. അവിടെ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരുമിക്കുക, കൂടുക, എന്ത് പറയുവാണെങ്കിൽ ചെയ്തോളി. സമസ്തൻ്റെ കൊടി ഉപയോഗിച്ചാണ്ടും സമസ്തൻ്റെ വേദി ഉപയോഗിച്ചാണ്ടും പണക്കാട്ട പൈതൃകം എന്ന് പറഞ്ഞാണ്ട് അവിടെ വന്നുകൊണ്ട് തീവ്രവാദം സംസാരിക്കുക. ഇത് നാക്കുപിയാണ്. നാക്കിയപ്പോൾ എക്കുവേ സമസ്തനായിട്ടല്ലേ കളിച്ചതേ, അതുണ്ടാവുമേ. ജിഫ്രി തങ്ങളൊന്ന് ഇരുത്താൻ വേണ്ടി നോക്കിയതല്ലേ, കിട്ടിയില്ലേ, കണക്കിന് കിട്ടിയില്ലേ? എന്താ പറച്ചില്? ആകെ കൊണ്ട് തൂറി വിരക്കുകയാണ് മറ്റേ മാധ്യമക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ. അപ്പോൾ ജിഫ്രി തങ്ങൾ ഞങ്ങൾ നേതാവാണ്, ജിഫ്രി തങ്ങളാണ് അത് പറയേണ്ടത്. എത്ര ജിഫ്രി തങ്ങളാണ് പറയണത്? അപ്പം അങ്ങ് ജിഫ്രി തങ്ങൾ ഓർമ്മക്കുണ്ട് ഇല്ലേ? ഓർമ്മയില്ലാത്ത കേടൊന്നുമില്ല. അതാണ് അള്ള പറയിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? ഞങ്ങൾക്ക് പല വട്ടം പറഞ്ഞിട്ടുണ്ട് സമസ്തൻ്റെ കൊടി ഉപയോഗിച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കരുത്. അത് വേറെ വേദി കെട്ടിയാണ്ട് പറഞ്ഞുകൊണ്ട് ഷാജി ചെറിയാൻ പറഞ്ഞിരിക്കണമെങ്കിൽ അതിന് പറയാൻ അവിടെ ഷാജി ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ കൊടി ഉണ്ട്, നിങ്ങളെ നേതാക്കളുണ്ട്, അവിടെയൊക്കെ വരി പറഞ്ഞോളൂ. നിങ്ങൾ സമസ്തൻ്റെ വേദി ഉപയോഗിച്ചാണ്ട് പറയണ്ട. അത് പറയേണ്ടത് ജിഫ്രി തങ്ങളാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞോളൂ.
നാളെ ജിഫ്രി തങ്ങൾ ഒരു വട്ടം എന്നോട് പറഞ്ഞതല്ലേ, സമസ്തൻ്റെ കാര്യം നോക്കാൻ ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും മുഷാവറ അംഗങ്ങളും ഉണ്ട്, നാസറേജ് നോക്കണ്ടെന്ന് വളരെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞതല്ലേ. എന്നിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക സമസ്തൻ്റെ പേരിൽ. വഹാബികളെ കൂടെ കൂടിയാണ്ട് തീവ്രവാദ പട്ടം ചാർത്തി തരാനാണ് നിൽക്കുന്നത്. ഈ നാസർ ഫൈസിനൊക്കെ എടുത്താണ്ട് എന്നോ സമസ്തയിൽ നിന്ന് എടുത്ത് പുറത്തിടണം. എന്തിനാണ് ഇങ്ങനെ തൂറിയാനെ പേറിയാണ് നടന്നത്? നമ്മളൂടി നാറൂലേ? അതൊക്കെ എടുത്ത് പുറത്തിടണം. ഇമ്മായിരത്തെ ആളുകളെ സമസ്തൻ്റെ ഔദ്യോഗിക പരിപാടി വെക്കുമ്പോൾ സമസ്തൻ്റെ മുഷാവറയുടെ അനുമതി ഇല്ലാതെ വെക്കാനാക്കിയത്. നളന്തയിൽ പരിപാടി വെച്ച് അത് കൊളായി. കുറുവാ സംഘം ഉണ്ടാക്കി അത് കൊളായി. കോഴിക്കോട് പരിപാടി വെച്ച് അത് കൊളായി. ഇപ്പോൾ അവിടെയും വെച്ച് അതും കൊളായി. ആളുകൾ വിലയിരുത്തൂലേ? പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാണ്ട് അത് എനിക്ക് പേച്ചതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് ചെറിയ പേവ് പറ്റിയതാണ്. എന്ത് ഉദാഹരണം പറഞ്ഞു പേവ് പറ്റാൻ? ആരപ്പോൾ എന്നോട് അവിടെ പറയാൻ പറഞ്ഞ്? 100-ാം വാർഷികത്തിൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ അതാണ് പറയല്. പാണക്കാട് പൈതൃകം എന്ന് പറഞ്ഞാൽ അതാണ് പറയല്. അത് പോട്ടെ, അത് വേറെ രസം. അത് പറയാക്കല്ലേ? ഇങ്ങനെ ഉണ്ട് ആൾക്കാർ സമസ്തനെ പറയിപ്പിച്ചാൻ. ഇതിനൊക്കെ സംഘടനയിൽ നിന്ന് എടുത്ത് പുറത്താക്കണമെന്ന്. തക്ബീർ കിട്ടണില്ല എന്ന് വിചാരിച്ചാണ്ട് ആൾക്കാരെ ലീഗുകാരെ കൂട്ടിയാണ്ട് വോയിസ് വിട്ടാണ്ട് 20 വളണ്ടിയർമാർ എല്ലാ യൂണിറ്റൊന്നും വരണം, വൈറ്റ് കാർഡിൻ്റെ ആളുകൾ വരണം എന്ന് പറഞ്ഞ് വോയിസ് വിട്ടുകാണ്ട് പ്രചരണം നടത്തി പരിപാടിയൊക്കെല്ല. ലീഗിൻ്റെ പരിപാടിയാക്കി വെച്ചൂടെ? എന്തിനാണ് സമസ്തൻ്റെ കീഴിൽ ഇങ്ങനെ ഇടങ്ങേറായി പരിപാടി വെക്കണേ? ഞങ്ങളും സമസ്തയിലുണ്ട്, ആളുകളുണ്ടെന്ന് വരുത്തി തീർക്കാനാ? നാണോ മാനൂസറും പുള്ളി ചങ്ങന്മാരെ ഞങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇനി നേതാക്കന്മാർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമസ്തക്ക് വളരെ ചീത്തപ്പേരുണ്ടാവും. ആദ്യത്തെ ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം. അതിന് നമ്മൾ പ്രമേയം പാസ്സാക്കുക തന്നെ വേണം. എന്തിനാണ് ഇങ്ങനത്തെ ആളുകളെ നമ്മൾ താങ്ങി നടക്കണത്? വിഡ്ഢിത്തം മാത്രം വിളിച്ചു തരാം. സമസ്തക്കെതിരെയല്ലേ തിരിഞ്ഞത്, പിന്നെ അങ്ങനെ പൊട്ടത്തരല്ലാതെ വിളിച്ചു പറയുമോ? എന്തിനാണ് ഇപ്പോൾ അവിടെ ആ ഉദാഹരണം പറയേണ്ട വല്ല കാര്യം ഉണ്ടല്ലോ? അല്ലെങ്കിൽ ഒരാൾ തീവ്രവാദം പറഞ്ഞ് ഇനിയിപ്പോൾ ആരാവട്ടെ, വെള്ളാപ്പള്ളി ആവട്ടെ, അല്ലെങ്കിൽ സാജി സക്രിയ ആവട്ടെ, അല്ലെങ്കിൽ സാജി ചെറിയനാവട്ടെ, ആരാവട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ അതേമാതിരി തിരിച്ചു പറയാൻ പാടുണ്ടോ? നമ്മൾ മതസൗഹാർദ്ദമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? ഇതുപോലും ചിന്തിക്കാനുള്ള അന്തല്ലേ? ഇപ്പോൾ മൈക്കാണ്ട് കിട്ടും, 4 ആളെ കാണുമ്പോഴത്തേനും അങ്ങോട്ട് പറയല, ഓ ബസ്രയിലേക്ക് ഈത്തപ്പയം കയറ്റരുത്, എന്തൊക്കെയാണ് പറയണത്? എനിക്കറിയാം എന്താ പറയേണ്ടത്, എനിക്കറിയാം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെയാണ് സമസ്തനെ അവഹേളിക്കാനും വേണ്ടി. ഇതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. എടുത്ത് പുറത്തിടണം ഇങ്ങനത്തെ ആളുകളൊക്കെ. എന്തിനാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്? സമസ്തയിൽ നിന്ന് എടുത്ത് പുറത്താക്കണം. ഇങ്ങനത്തെ ആളുകൾ സമസ്തയിൽ വെച്ചാൽ സമസ്തക്ക് ചീത്തപ്പേരല്ലേ? സമസ്ത ലീഗിൻ്റെ ഭാഗമാണ്, ലീഗ് സമസ്തൻ്റെ ഭാഗമാണെന്ന് വ്യക്തി തീർക്കാനും വേണ്ടി കുറേ ആളുകൾ തലയെക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ ഗദ്യട്ട് കാണാണ്ട് അങ്ങനെ ആക്കൊന്നും വേണ്ട. എന്തൊക്കെയാണ് പ്രസംഗം. ഇവിടെ ഏറ്റവും കൂടുതൽ APEക്കും തമ്മിൽ തല്ലിച്ച ആളിൽപ്പെട്ട ആളാണ് നാസർ ഫൈസി കൂടത്തായും മധുസമ പൂക്കോട്ടൂരും. സമുദായം ഒരുമിച്ച് പോകണം എന്ന് സംസുലമ പറഞ്ഞ കാലം മുതൽ പ്രസംഗിച്ചുകാണ്ട് മഹല്ലുകളിലും വന്നുകാണ്ട് പ്രസംഗിച്ച ആളുകൾ ഇന്ന് പറയാണ് കാന്തപുര ഉസ്താദ് അങ്ങനെ പറഞ്ഞു, കാന്തപുര ഉസ്താദ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ടെ തങ്ങളെ കൂട്ടിക്കാണ്ടാണ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് സുന്നികളായ ആളുകൾ തീരുമാനിച്ചു എങ്ങനെ ഒരുമിക്കണം, എപ്പോൾ ഒരുമിക്കണം, എന്താവും. അതിന് നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. അതൊക്കെ തീരുമാനമായതുമാണ്. അതൊക്കെ അതിൻ്റെ ആ സമയമാകുമ്പോൾ വരും. അതിന് പാണക്കാട്ടെ തങ്ങളെ കൂട്ടിയില്ല അറിഞ്ഞാണ് നൂലേൽച്ചിട്ട് കാര്യമില്ല. ആദരവും ബഹുമാനവും ചോദിച്ച് വാങ്ങേണ്ട സംഗതിയല്ല, ആളുകൾ അറിഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. ആദ്യമായിട്ടാണ് വിളിച്ചിരുത്തിയാണ്ട് ആദരവും ബഹുമാനവും കൊടുക്കണം എന്ന് പറഞ്ഞു കേൾക്കണത്. ആളെ കൊണ്ട് പറയിച്ചാൻ, ആ തറവാടിനെ പറയിപ്പിച്ചാനല്ല. എന്തിനാണ് ഇപ്പോൾ ആ പരിപാടി വെച്ചത്? സമുദായത്തിന് രീതിയിൽ തമ്മിൽ തല്ലിച്ചാനും വേണ്ടിയിട്ട് തീവ്രവാദ വർഗീയത പറയല. സമസ്തക്ക് ഇന്നേ വരെ ചീത്തപ്പേരുണ്ടായിട്ടില്ല. ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാണ്ട് എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയാണ്ട് പിന്നെ പറയാം അത് എനിക്ക് പറ്റിയൊരു സ്കലിതാണെന്ന്. സ്കലിത ഇടക്കിടക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. സമസ്തൻ്റെ കുരുത്തക്കേടാണ്. പണ്ഡിതന്മാരെ ഈ കയറ്റി കാണിച്ചാൽ നിങ്ങൾ കുറച്ച് കുഞ്ഞാപ്പുകൾ തലേ കെട്ടിയ രാഷ്ട്രീയക്കാർ അതെല്ലാത്തിലും ഉണ്ട്. തലേ കെട്ടിയ രാഷ്ട്രീയക്കാർ ലീഗ് വളർത്താനും വേണ്ടിയിട്ട് സമസ്തനെ കൊണ്ടുപോകാമെന്ന് ശ്രമിക്കണേ. അത് വെറുതെ നടക്കൂല. നമുക്കവിടെ നടത്താം. പിന്നെന്താണ്, തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നല്ലേ? വെയിറ്റ് ആൻഡ് സീ. നമുക്ക് തിന്ന ചോറിന് നന്ദി കാണിക്കാം. കാത്തിരിക്കുക നമ്മൾ കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ 100-ാം വാർഷികം കഴിയട്ടെ. എന്നിട്ട് ഞങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിച്ചു തരുന്നുണ്ട്. നല്ല നിലക്ക് എങ്ങനെ ഇനി പോയിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമസ്തയും പോയിനത് എങ്ങനെയാണെന്നുള്ളത് നല്ല നിലക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ പറയണം തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളത്. നന്ദികേട് കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സമസ്ത മാറ്റി നിർത്തപ്പെട്ട CICയും വാഫി കോളേജിനെയും കുറിച്ചാണ്ട് സമസ്ത മുഷാവറാംഗങ്ങളെ ഇരുത്തിക്കാണ്ട് ഇത് നമ്മളെ സംഘടന ഇതാണെന്ന് പറഞ്ഞപ്പോൾ എന്തേ തിരിച്ചു പറയാഞ്ഞത്? സമസ്തയുടെ മുഷാവറ തിരുത്ത തീരുമാനമാണ് CICയെ മാറ്റി നിർത്താനും വാഫി കോളേജിനെ മാറ്റി നിർത്താനും എന്നുള്ളത് പറയണ്ടേ? സാദിഖ് അലി തങ്ങൾ അങ്ങനെ പറയുമ്പോൾ തിരുത്തവിടെ പറയണ്ടേ? എന്തേ പറയാഞ്ഞത്? സമസ്തക്കാരനാണെങ്കിൽ പറയണമല്ലോ. അപ്പം നിങ്ങളൊക്കെ അതിന് അനുകൂലമാണെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്.
ഓലെ കമ്മിറ്റി ആയിക്കാണ്ട് തീരുമാനിച്ചാണ് അതിൽ അഭിപ്രായം പറയാൻ. എന്നിട്ട് ഓലെന്നെ പറയണത് നമ്മളെ കോളേജാണെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് കൂട്ടി പോയിക്കൂടെ? എന്നാൽ പിന്നെ അത് പറയാം, ആ നിലപാടെങ്കിലും പറയാം. നമ്മൾ സമസ്ത ഇങ്ങനെയാണ് ഞങ്ങളെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്തയോട് ചേർത്ത് നിർത്താനാണെന്ന് പറയാം. എന്നാൽ ഓപ്പണായി പറയണ്ടേ? ഇഫ്രീത്തങ്ങൾ പറഞ്ഞ നിലപാട് കേട്ടില്ലേ? സമസ്ത മുഷാറിൻ്റെ നിലപാട് കേട്ടില്ലേ? എന്താ ചെയ്യുക? എന്നിട്ട് സമസ്തനെ അവഹേളിക്കാനും വേണ്ടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, എന്നിട്ട് ഒരു മാപ്പ് വേക്കലും പറയിപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും സമസ്തൻ്റെ കൊടിയും കൊടുക്കരുത്, വേദിയും കൊടുക്കരുത്. ആരാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഈ ഇത് കൊടുക്കണമെന്നാണ്. സമസ്തൻ്റെ പോഷക സംഘടനയാണ്, 16 പോഷക സംഘടനകളാണ് സമസ്തക്കുള്ളത്. അവർ പരിപാടി വെക്കണമെങ്കിൽ സമസ്തനോട് ചോദിച്ചിട്ട് വേണമെന്നുള്ള ഇത് വേണം നമുക്ക്. ഇനി അല്ലാതെ തോന്നിയവർക്ക് സമസ്തൻ്റെ കൊടിയും വെച്ച് പരിപാടി വെക്കാൻ പറ്റുമോ? പണ്ട് 89-ലും തന്നെയാണ് സംഭവിച്ചത്. 89 വീണ്ടും ആവർത്തിക്കുകയാണ്. 89-ൽ ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞാണ്ട് ഓരോ പരിപാടി കൊടിയും വെച്ചാണ് നടത്തിയിട്ട് ആ കൂട്ടരാണ് പിന്നെ 89-ൽ പിരിഞ്ഞാണ്ട് പോയത്. ഇറക്കി വിട്ടു എന്നും പറയാം, ഇറങ്ങി പോയി എന്നും പറയാം. ഇന്നിപ്പോലെ ഖേദപ്രകടനം നടത്തുകയാണ്. അപ്പോൾ ഒരുമിക്കാന്ന് കാണുമ്പോൾ മുതൽ കൂട്ടി പിടിച്ചാണ്ട് പറയാം കാന്തപുര ഉസ്താദ് അങ്ങനെയാണ്. കാന്തപുര ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ചീത്ത പറയിപ്പിച്ചതും പറയിപ്പിച്ച ഈ നാസർ ഫൈസി കൊടുത്തതും മധുസമ പൂക്കോട്ടൂരാണ്. അത് ആർക്കെടുത്താലും നോക്കിയാൽ അറിയുന്ന കാര്യമാണ്. അവരത് പറഞ്ഞുകൊണ്ടാണ് സകല വേദികളും കയ്യടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്, സമുദായത്തെ തമ്മിൽ തല്ലിച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ സമസ്തയോട് കൂടാൻ ഒരു കൂട്ടം ഏപ്പിക്കാരായ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ പറയണം പാണക്കാട് തങ്ങളെയും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോണിയും പറഞ്ഞ് നടക്കുക. ആ പറഞ്ഞത് ഏപ്പിസ്ഥാനെ കൊണ്ട് പറയിച്ചാൻ പറ്റുമോ? നാസർ ഫൈസി കൂടത്തായിക്ക് നോണിയും പറഞ്ഞ് നടക്കുക. സമുദായത്തെ പറയിപ്പിക്കാനും വേണ്ടി, സമസ്തനെ പറയിപ്പിക്കാനും വേണ്ടിയിട്ട് സമസ്തൻ്റെ കൊടിയും വെച്ചാണ്ട് വേദി കെട്ടിയാണ് സംസാരിക്കാൻ ഒരിക്കലും വെക്കാൻ പാടില്ല. SMF ആയാലും മറ്റേ ഏത് 16 സംഘടനയിൽപ്പെട്ട ഏത് സംഘടനയാണെങ്കിലും സമസ്തയോട് അനുകൂലിച്ച് നിൽക്കുന്ന പരിപാടി മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലീഗിൻ്റെ പരിപാടി വെച്ചാണ്ട് പറഞ്ഞോളി. നിങ്ങളെ സലാമല്ലേ ഇങ്ങനെ പരുന്ന ഇത് ഓണം ഇങ്ങനെ സംസാരിക്കണേ? ഓനക്ക് എൻ്റെ സക്രിയ പറഞ്ഞിൽ പറയല്ലേ? സാജൻ ചെറിയൻ പറഞ്ഞ് പറയല്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞ് പറയല്ലേ? അതേമാതിരി പറഞ്ഞോളി. ലീഗിൻ്റെ കൊടി വെച്ചാണ്ട് പറഞ്ഞോളി. എന്താണ് സമസ്തൻ്റെ കൊടിയും കെട്ടിയാണ്ട് ഇമ്മായത്തെ തീവ്രവാദ സംസാരങ്ങളും വർഗീയ സംസാരങ്ങളും സംസാരിക്കരുത്. എടുത്ത് പുറത്തിടണം അങ്ങനത്തെ ആളുകളെ. നാസർ ഫൈസി കൂടത്താനൊക്കെ എടുത്ത് പുറത്തിടേണ്ട സമയം എത്രയോ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.